പുരലഹരിയിലാണ് തൃശൂർ. പൂരവിളംബരമായി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുക. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി പൂര നഗരിയിൽ നിന്നും. നിഖിൽ, അങ്ങനെ ആവേശത്തിലാണ് പൂരവിളംബരം നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, നെയ്തിലക്കാവിൽ നിന്ന് നെയ്തിലക്കാവിൽ അമ്മയുടെ തിടമ്പുമേറ്റി എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വന്തം ആന എറണാകുളം ശിവകുമാർ ഇതാ ഇപ്പോൾ മണികണ്ഠനാലിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. അവിടെ വരെ സാധാരണ തരത്തിലുള്ള താളമായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെമ്പടയാണ്, അതായത് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ മണികണ്ഠനാലിൽ നിന്ന് ഇവിടേക്ക്, അതായത് ഈ പടിഞ്ഞാറേ നടയിലേക്ക് ഇപ്പോൾ നെയ്തിലക്കാവിൽ അമ്മയുടെ തിടമ്പുമേറ്റി എറണാകുളം ശിവകുമാർ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്മേഷ് വലിയ ജനപങ്കാളിത്തമാണ്. അതായത് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. പല ദിക്കുകളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഈ എറണാകുളം ശിവകുമാർ ഈ പടിഞ്ഞാറേ നട വഴി ക്ഷേത്രത്തിനകത്തേക്ക് വടക്കുന്നാഥനുള്ളിലേക്ക് പ്രവേശിക്കുകയും വടക്കുന്നാഥനെ വലം വെച്ച ശേഷമാണ് തെക്കേ ഗോപുര നട തുറന്ന് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ നാഥ ലയ താള വിസ്മയത്തിന് തുടക്കമിടുക, പൂര വിളംബരമാവുക. അതിനുശേഷമാണ് ഇപ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ജനക്കൂട്ടത്തെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പടിഞ്ഞാറേ നട വഴി എറണാകുളം ശിവകുമാർ ഈ ക്ഷേത്രത്തിനകത്തേക്ക്, വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കും. രാവിലെ അല്പം മഴയൊക്കെ പെയ്തത് നേരിയ രീതിയിലുള്ളൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നെങ്കിലും ആ ആശങ്കകളെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പരിപൂർണമായ തെളിഞ്ഞ കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. അല്പം നനവുണ്ട് എന്നുള്ളത് ആനയ്ക്കും ഒക്കെ നടക്കുന്നതിന് വളരെ സുഖകരമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. ഇപ്പോഴത്തെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ ഈ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുകയാണ് എറണാകുളം ശിവകുമാർ. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും തുടർന്ന് വടക്കുന്നാഥനെ വലം വെച്ച ശേഷം പുറത്തേക്ക് തെക്കേ ഗോപുര നട തുറന്ന്, അത് സാധാരണ നമ്മൾ പറയുമ്പോൾ തള്ളി തുറന്നെന്നാണ് പറയാറ്, പക്ഷേ തൃശ്ശൂർക്കാരായിട്ടുള്ള അല്പം വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് തള്ളിയല്ല തുറക്കുന്നത്, അകത്തേക്കാണ് തുറക്കുന്നത് എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൻ്റെ വാസ്തവവും. അപ്പോൾ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി പൂര വിളംബരമായി. നേരത്തെ ഈ കൊടിയേറ്റ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തൃശ്ശൂർക്കാർ പൂർണ്ണമായി ആ പൂര ലഹരിയിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ പൂര വിളംബരമാകുന്നതോടുകൂടി പിന്നെ എല്ലാം പൂരമാണ്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പൂരമാണ്. ഇന്നലെ സാമ്പിൾ ഇതുവരെ കണ്ടതിൽ വെച്ച് VS സുനിൽകുമാർ എന്ന മുൻ മന്ത്രി തൃശ്ശൂർക്കാരൻ പറഞ്ഞത് താൻ തന്റെ കോളേജ് പഠനകാലത്താണ് ഇത്രയും മികച്ച ഒരു സാമ്പിൾ കണ്ടത്, അല്ലെങ്കിൽ ഇത്ര അടുത്ത് നിന്ന് പൂരം കാണാൻ കഴിഞ്ഞത് തന്റെ കോളേജ് പഠനകാലത്തായിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അത്ര പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ നിയന്ത്രണങ്ങളില്ലാതെ, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ, അങ്ങനെയൊക്കെയായിരുന്നു ഇത്തവണത്തെ പൂരത്തിന്റെ ഇതുവരെയുള്ള ക്രമീകരണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോഴിതാ ഈ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിലെ ഇപ്പോൾ പടിഞ്ഞാറേ നടയിലേക്ക് എറണാകുളം ശിവകുമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ പടിഞ്ഞാറേ നടയിലെത്തിയാൽ പതുക്കെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കുന്നാഥനെ ഒരു തവണ വലം വെച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് വലം വെച്ച ശേഷം ഈ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരമാക്കും. എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എറണാകുളം ശിവകുമാർ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ. നമുക്ക് നെറ്റിപ്പട്ടവും അതിന് മുകളിൽ വെഞ്ചാമരവും അതിനും മുകളിൽ മുത്തുക്കുടയും ഒക്കെ എന്തി വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഈ കാഴ്ചയ്ക്ക് മാത്രം ഒരുപാട് ഫാൻസ് ഉണ്ട് ഉന്മേഷ്. ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം പല ദിക്കുകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമേ ആകുന്നുള്ളൂ. പൂര വിളംബരമാകുമ്പോൾ അതിൻ്റെ ഒരു തുടക്കമേ ആകുന്നുള്ളൂ. പിന്നീടും ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ എത്താൻ വേണ്ടിയാണ് തൃശ്ശൂരിലേക്ക് ഇന്ന് പൂരപ്രേമികൾ ഒന്നടങ്കം ചുരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനാകുന്നത്. എറണാകുളം ശിവകുമാർ ഇതാ നെയ്തിലക്കാവിൽ അമ്മയുടെ തിടമ്പുമേറ്റി ഇങ്ങനെ പടിഞ്ഞാറേ നടയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പടിഞ്ഞാറേ നടയിലേക്ക് എത്തിച്ചേരും. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു തവണ വലം വെക്കുന്നു. അതിനുശേഷം ഈ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം എന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. അതിന് വലിയ ഒരുക്കങ്ങൾ അവിടെ തെക്കേ ഗോപുര നടയിൽ കഴിഞ്ഞിട്ടുണ്ട്. തെക്കേ നട ഇപ്പോൾ ഏതാണ്ട് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അത്രയും ബാക്കിയുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ഉണ്ട്. സാർ, ഇനിയിപ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള ചടങ്ങുകൾ എങ്ങനെയാ? ഉള്ളിൽ കയറി അവിടെ ഉള്ളിൽ കടന്ന് അതിനെ പ്രദക്ഷിണം ചെയ്ത് ഒരു പ്രദക്ഷിണാണോ? തെക്കേ ഗോപുരനടയിൽ വന്നിട്ട് നട തുറക്കലാണ്. പിന്നെ അവിടെ ഇറങ്ങി ഉപചാരം ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഇവിടെ നിലപാട് തറയിൽ വന്നിട്ടാണ്
പൂര വിളംബരം നടത്തുക. അപ്പോഴാണ് പൂർണ്ണമാവുന്നത്. അതായത് ഇപ്പോ വിളംബരം. അപ്പൊ ഇപ്പം എറണാകുളം ശിവകുമാർ ഈ പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു, ഒരു വലം വെക്കുന്നു, അതിനുശേഷം തെക്കേ ഗോപുര നട തുറക്കുന്നു. ചിലർ തള്ളി തുറക്കാന്ന് പറയാം, അങ്ങനെയല്ലേ? അല്ലല്ല, ആ തള്ളി ഉറക്കില്ലല്ല, അത് ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ അവിടെ പറ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അവിടുന്ന് വലം വെച്ച് വന്ന് നിലപാട് തറയിൽ വന്നിട്ട് ആ നിലപാട് തറയിലാണ് പൂര വിളംബരം നടത്തുക. അങ്ങനെയൊക്കെ ഇത്തവണത്തെ ഒരു ആൾക്കൂട്ടം കാണുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ആളുകൾ കൂടുതലാണ് ഉണ്ടാവുക. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് നടന്നതോട് കൂടിയിട്ട് ആളുകൾ മുഴുവൻ ഒഴുകുകയാണ് പൂരപ്പറമ്പിലേക്ക്. സാമ്പിളിന് പൊതുവെ നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്, നല്ലൊരു അഭിപ്രായം, നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവെ സമൂഹത്തിനുള്ളത്. നല്ല പൂരമായിരിക്കും. എല്ലാ പൂരാശംസകളും എല്ലാവർക്കും. താങ്ക് യു സർ. അപ്പോൾ ഇതാ എറണാകുളം ശിവകുമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആരാധക പ്രവാഹങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പടിഞ്ഞാറേ നടയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ ജില്ലാ പോലീസ് മേധാവിയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം ഉണ്ടായിരുന്നു. സർക്കാരിന് ഇക്കാര്യത്തിലൊരു കണിശതയുണ്ടായിരുന്നു. ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വേണം. ശരി നിഖിൽ, അവിടെ തുടരുക നിഖിൽ. ഏതായാലും വലിയ ആവേശമുണ്ട്. ഇന്നലെ നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് കണ്ടതാണ്. അടുത്തു നിന്ന് ഇതൊക്കെ കാണാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും ഇത്തവണ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം സുഗമമായി പോകുന്നു.